പാർവതി ഇരിക്കൂ, ഇരിക്കൂ. സാക്ഷാൽ നെല്ല് പാറ്റിയ ചാരായം. ബെഡാ സാബ് ഇതിന്റെ മണം പോലും അടിച്ചിട്ടുണ്ടാവില്ല. ഞാൻ സാബിന്റെ മകൾക്കൊരു വാക്ക് കൊടുത്തിരുന്നു, ഈ പ്രശ്നത്തിനൊരു അന്ത്യം കണ്ടിട്ടേ ശിവരാമൻ ഇനി ഇത് തൊടുവെന്ന്. നമ്മൾ പിരിയാൻ പോവാണ്. അതിനു മുമ്പ് 2 എണ്ണം അടിച്ച് പിരിയണം. അതെന്റെ ഒരു ആഗ്രഹമാണ്. നീ ഇന്നലെ രാത്രി ഇവിടെ എന്താ ചെയ്തത്? ഞാനോ? ഈ വീട് മുഴുവൻ ചികഞ്ഞ് തന്നെ അലങ്കോലാക്കിയില്ലേ? എന്തൊക്കെയാ താൻ ഇവിടുന്ന് മോഷ്ടിച്ചത്? ഞാനോ? ഓ, ഇന്നലെ രാത്രി അത് ഒരു റെയ്ഡായിരുന്നു. റെയ്ഡ്, ഒരു മിന്നൽ റെയ്ഡ്. ഇടി മിന്നൽ ഉള്ളപ്പോ നടത്തുന്ന ഒരു റെയ്ഡ് നടത്താൻ നീ ആര്? പോലീസ്? പോലീസായിരുന്നേ കാണായിരുന്നു. നിങ്ങളെയൊക്കെ തൂക്ക് ചൂണ്ടി മുറിയിലാക്കി കുറ്റിയിട്ടിട്ട് അവന്മാരിവിടെ വെട്ടി നിരത്തുള്ളായിരുന്നു. പക്ഷെ ശിവരാമൻ അങ്ങനല്ല. നിങ്ങൾക്കൊക്കെ ഉല്ലസിക്കാൻ ഡാൻസും പാട്ടും വെച്ച് എന്നിട്ടാ റെയ്ഡ് ചെയ്ത്. ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം 3-4 കുട്ടികളും ഉണ്ടായിരുന്നു. നിർത്തടാ. നിന്റെ എല്ലാ വൃത്തിയോടുകളും ഇത്രയും നാളെ ഞാൻ സഹിച്ചു. പറയടാ, എന്താ നിന്റെ ഉദ്ദേശം? കൂൾ ഡൗൺ സാർ. 5 മിനിറ്റ്, 5 മിനിറ്റ്സ്. ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അയാൾ ക്രിമിനലാണോ അല്ലയോ എന്ന് അറിയാൻ കഴിയാവുന്ന സാബിനെ പ്രവീൺ താങ്കളുടെ മകളെ ഉപദ്രവിച്ചിരുന്നായി അറിയാൻ കഴിഞ്ഞില്ലേ? പിന്നെ പ്രവീൺ ജീവിച്ചിരിക്കില്ല എന്നതൊരു സത്യമല്ലേ സാബ്? നീ എന്താടാ? ഞാൻ പറയും, സാബ് കൊന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെയാകാം എന്നേ പറഞ്ഞുള്ളൂ. പിന്നെ പാർവതിയുടെ 18ാമത്തെ ജന്മദിനമാണ് അന്ന് ആഘോഷിക്കാനിരുന്നത്. പിറ്റേന്ന് രാവിലെ അവൾ ദലാൽ ആൻഡ് ദലാൽ കമ്പനിയുടെ MD ആയിട്ട് ചാർജ് എടുക്കും. ശരിയല്ലേ? പാർവതി ഇല്ലാതായി കഴിഞ്ഞാൽ ആ സ്ഥാനം സ്വാഭാവികമായും നിങ്ങൾക്കായിരിക്കും കിട്ടുക. 5 കോടി എന്നൊരു നിസ്സാര തുകയിൽ അവൾ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളായിരിക്കും ഇവിടുത്തെ MD അല്ലേ? ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ദീനു ഈ കുടുംബത്തിലെ ഒരു അകന്ന ബന്ധുവാണ്. പക്ഷെ നിങ്ങൾക്ക് മറ്റാരേക്കാളും ഒരു നല്ല സ്ഥാനമാണ് ഈ വീട്ടിലുള്ളത്. അതെങ്ങനെ ഒപ്പിച്ചു? സത്യസന്ധത കൊണ്ടോ അതോ വൃത്തിയായി തരികട കളിക്കാൻ അറിയാവുന്നതുകൊണ്ടോ? നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? എനിക്കറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. എനിക്ക് തന്നുവെന്ന് അവകാശപ്പെടുന്ന 5 കോടി രൂപ ഈ വീട്ടിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചത് ആരാണ്? ഈ വീട്ടിലോ? അതെ. ഇന്നലത്തെ റെയ്ഡിൽ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് അത് കണ്ടെത്തി. ചാണ്ടി വരുന്നു. ഹലോ, ഓപ്പൺ ഇറ്റ്. ഇപ്പൊ തന്നെ മുഴുവനും എണ്ണിക്കോണം. 5 കോടി തന്നെ ഉണ്ടോന്ന്, അല്ലെങ്കിൽ കാശ് കല്ലാവും. കാരണം സ്വന്തം വീട്ടുകാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായത് ഇല്ലയോ? അല്ലയോ മിസ്റ്റർ തോമസ്? തോമസ് ഏട്ടാ, നമ്മുടെ ജോൺ സാമുവൽ ഇപ്പൊ എവിടെ ഉണ്ട്? ഏത് ജോൺ സാമുവൽ? അറിയില്ല. ഇല്ല. അയാളുടെ മകൾ ലിസ അറിയോ? ലിസയോ? ഏത് ലിസ? അറിയില്ല. ഇല്ല. പക്ഷെ ഞാൻ അറിയും. ഇവിടെ ഉള്ള ചിലരും അറിയും. നമ്മുടെ 3 കുട്ടികൾ അവരെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇവരൊക്കെ എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഇതാണ് ലീസ. കേട്ടോ പേടാ സാർ, നിങ്ങളുടേതെന്ന് കരുതുന്ന പല എസ്റ്റേറ്റുകളും ഈ കുട്ടിയുടെ അച്ഛന്റെ പേരിലാണ്. പക്ഷെ അതിന്റെ കണക്കുകളും മറ്റും നോക്കുന്നതും പണം വാരുന്നതും ഇവിടെ മറ്റു ചിലരാണ്. എന്താണ് അതിന്റെ ഗുഡ് ടൈംസ് മിസ്റ്റർ തോമസ്? എനിക്കറിയില്ല. എന്നാ ഈ കുട്ടി പറയും. കുട്ടി മാരീഡാ? മാരീഡ് പോലെ. നിങ്ങൾക്ക് ഈ വീടുമായിട്ട് എന്താ ബന്ധം? പ്രത്യക്ഷത്തിൽ ഈ വീടുമായിട്ട് യാതൊരു ബന്ധവും ഇവർക്കില്ല. എങ്കിലും എവിടെ ഒരു ആത്മബന്ധം ഈ വീട്ടിലെ ഒരാളുമായിട്ട് ഈ കുട്ടിക്കുണ്ട്. അതാരുമായിട്ടാണ്? എനിക്ക് ആരുമായി ഒരു ബന്ധവുമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എന്ത് പറഞ്ഞാണ് നിങ്ങൾ ഈ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? ഒരു സിമ്പിൾ നുണ പറഞ്ഞു കൂട്ടിക്കൊണ്ട് വരണമെന്നല്ലേ പറഞ്ഞത്? ഇവനൊരു സിമ്പിൾ നുണ പറഞ്ഞു. ദലാൽ കുടുംബത്തിൽ എല്ലാവരും ബാം ബ്ലാസ്റ്റിൽ കാഞ്ഞു പോയെന്നേ പറഞ്ഞുള്ളൂ. അത് കേട്ടപ്പോഴേ ഈ കുട്ടി ചാടി പുറപ്പെടും. കാരണം ഈ വീട്ടിലെ ഒരാൾ ഈ കുട്ടിയുടെ ഭർത്താവാണ്. ഇദ്ദേഹം മാരീഡ് അല്ല എന്ന് കരുതി നിങ്ങളുടെ ഭർത്താവാകണമെന്നില്ല. പക്ഷെ ഈ ദേഹം മാരീഡ് ആണ് എന്ന് കരുതി നിങ്ങളുടെ ഭർത്താവ് അല്ലാതാകുന്നുമില്ല. പക്ഷേ ഈ ദേഹം ഞാനല്ല. പിന്നെ ആരാണ്? പറയാൻ. നിർത്തടാ.
കുട്ടിയുടെ ബന്ധം തീരുമാനിക്കാൻ വരട്ടെ. അതിനു മുമ്പ് നിനക്ക് ഈ വീടുമായിട്ട് എന്താ ബന്ധം? കേട്ടില്ലേ? നിനക്ക് ഈ വീടുമായിട്ട് എന്താ ബന്ധമെന്ന്? നിങ്ങൾ അമ്പലത്തിൽ പോയി താലി കെട്ടിയെന്ന് പറഞ്ഞത് പച്ചക്കള്ളമല്ലേ? നീ വന്ന അന്നേ എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്യായിരുന്നത് ഇദ്ദേഹം നിന്നെ മകളുടെ ഭർത്താവാണെന്ന് വിശ്വസിച്ചതുകൊണ്ടും നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിയുന്നതിന് വേണ്ടിയും കൂടിയാ. എന്നിട്ട് ഉദ്ദേശം അറിഞ്ഞോ? നിന്റെ ഉദ്ദേശം വളരെ വ്യക്തമല്ലേ മോളെ? ഇവൻ നിന്നെ കബളിപ്പിക്കുകയായിരുന്നു. ഒരു രക്ഷകന്റെ വേഷം കെട്ടി നിന്റെ മുമ്പിൽ അഭിനയിക്കുകയായിരുന്നു ഇവൻ ഇതുവരെ. ഇതാ കണ്ടില്ലേ, ഇവന്റെ ഫ്രണ്ട്സ് മുഴുവൻ നല്ല ഒന്നാംകിട ക്രിമിനൽസാ. ഇതിൽപ്പെട്ട ഒരുവനാണ് പ്രവീണും. ഇവരെല്ലാവരും ചേർന്ന് നടത്തിയ നാടകത്തിൽ മോളെ നീ പെട്ടുപോയത്. പ്രവീണിന്റെ സഹായത്താൽ 5 കോടി രൂപ ഇവൻ ഈ വീട്ടിൽ നിന്ന് പിടിച്ചു വാങ്ങി. ഞാനും അതിന് സാക്ഷിയാ. മാത്രമല്ല ഞാനത് അതിവിദഗ്ധമായി ഈ വീഡിയോയിൽ പകർത്തുകയും ചെയ്തു. സർ, അതാ ടിവിയിലോട്ടൊന്ന് കണക്ട് ചെയ്തേ. സർ. കണ്ടല്ലോ, 5 കോടി രൂപ ഇവൻ കൈപ്പറ്റിയെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. എന്നിട്ട് ആ 5 കോടി ഇപ്പൊ തിരികെ കൊണ്ടുവന്നിട്ട് അതിലും വലിയ പദ്ധതി ഇവൻ പ്ലാൻ ചെയ്തിരിക്കുക. മോളെ, ഈ ക്രിമിനലിന് വേണ്ടിയാ നീ ഞങ്ങളെയൊക്കെ സംശയിച്ചത്. ഇനി നിന്റെ ഒരൊറ്റ മൊഴി മാത്രം മതി ഇവന്റെ കയ്യിൽ വിലങ്ങ് വീഴാൻ. പറ, ഇവൻ നിന്റെ ഭർത്താവല്ലല്ലോ? പറ മോളെ, സത്യം തുറന്നു പറ. ശിവരാമൻ നിന്റെ ഭർത്താവാണ്? അതെ. പോലീസിന്റെ മുന്നിൽ സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല കുട്ടി. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില മുറകളുണ്ട്. സത്യം ഇവന്റെ വായിന്ന് തന്നെ ഞങ്ങൾ വീഴ്ത്തിക്കോളാം. നിങ്ങൾ കണ്ടു എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ മുഴുവനും കണ്ടിട്ടില്ല. ഈ കാറിന്റെ മറവിൽ കുറച്ചു സമയം ആരും ഇവനെ കണ്ടിട്ടില്ല. കാറിന്റെ അടുത്തെത്തും വരെ ഇടത് കയ്യിലിരുന്ന ഈ പെട്ടി കാറിന്റെ മറവിൽ നിന്ന് പുറത്തു വന്നപ്പോ എങ്ങനെ ഇവന്റെ വലത് കയ്യിലായി? ആ മറവിൽ വെച്ച് ഇവൻ പെട്ടി മാറ്റി. സത്യമല്ലേ തോമസ് ജേക്കബ്? പറയടാ. എടാ അനിയ സാറേ, കൃത്യസമയത്ത് പ്രതികളെ ഹാജരാക്കാനുള്ള ഉത്തരവാദിത്തം നിനക്കില്ലേ? ചേട്ടാ, യവന്മാരെ പൊക്കാൻ കുറച്ച് പാടുപെടേണ്ടി വന്നു. ചേട്ടൻ ചോദിക്കുന്നതിന് മണിമണിയോട് ഉത്തരം പറഞ്ഞോണം. എല്ലാരും കേൾക്കണം ഉറക്കെ, അല്ലെങ്കിൽ ഇതുവരെ കിട്ടിയവരായിരിക്കില്ല. മോനെ, അറിയാവുന്ന സത്യം ഉറച്ചു വിളിച്ചു പറ. വെറുതെ തടി ചാളത്തടിയാക്കണ്ട, പറ. 5 കോടി രൂപ പ്രവീണിന്റെ കയ്യിലുള്ളതായി ഞങ്ങൾക്കറിയാം. ശരി. പിന്നെ അത് പിന്നെ ഈ വീട്ടിൽ ഒരാൾക്കാണ് കൈമാറിയതെന്നും അറിയാം. പിന്നൊന്നും അറിയില്ല. അന്ന് തന്നെയാണ് സുശീൽ കൊല്ലപ്പെട്ടെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ശരി, ഓക്കെ. ഇനി സത്യം പറ. ആ കാറിൽ പ്രവീൺ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ സുശീൽ ഫോളോ ചെയ്തത് എന്നെയല്ല, പ്രവീൺ സഞ്ചരിച്ചിരുന്ന ആ കാറിനെയാണ്. പ്രവീൺ ആർക്കാണ് ആ പണം കൈമാറിയതെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ സുശീലായിരുന്നു. അതുകൊണ്ടാണ് സുശീൽ കൊല്ലപ്പെട്ടത്. ആ സത്യം അറിയാവുന്ന 2 പേരാണ് പ്രവീണും സുശീലും. 2 പേരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇനി അതറിയാവുന്ന ഒരാൾ താനാണ്. താനായിരിക്കും അടുത്ത ഇര. അതുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞാൽ തന്റെ ജീവനെങ്കിലും രക്ഷപ്പെടും. പറയൂ, ആ കാറിന്റെ മറവിൽ എന്താണ് സംഭവിച്ചത്? പറ. അത് പ്രവീൺ ആർക്ക് വേണ്ടിയാണ് അത് ചെയ്തത്? അത് പ്രവീൺ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? അതാർക്ക് വേണ്ടിയാണ്? അത് മഹേഷ് ഭായിക്ക് വേണ്ടിയാ. യെസ്. മിണ്ടിപ്പോരുത്. വീണ്ടും വീണ്ടും എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ഒരു പെണ്ണിനെ സംബന്ധിക്കുന്ന രഹസ്യം. പറയൂ. അത് കേട്ട് നിങ്ങളാരും നെറ്റരുത്. നെറ്റരുത്. ആ, ഈ നിൽക്കുന്ന പെണ്ണിനെ കണ്ടോ? കണ്ടു. സാറ് കണ്ടോ? എല്ലാരും കണ്ടോ? അതുപോരാ, സാറ് കണ്ടോ? കണ്ടെന്ന് പറഞ്ഞു. എന്നാ കേട്ടോ,
ഇവിടെ ഇങ്ങനെ ഒരു പെണ്ണില്ല. അത് നിങ്ങളുടെയൊക്കെ തോന്നലാണ്. നെറ്റിയില്ലേ? എല്ലാവരും നെറ്റിയില്ലേ? ആ നെട്ടി നെട്ടി. ആ പെണ്ണ് അവിടെ ഇല്ല. പക്ഷെ ദാ ഈ പെണ്ണ് ഇവിടെ ഉണ്ട്. അതൊക്കെ പറയാം. ഈ വീട്ടിലെ ജോലിക്കാരനായ ചിദംബരം എങ്ങനെയാ തമിഴ്നാട്ടിലെ ജമീന്ദാരായത്? അത് ഞാൻ വിളവെടുത്തതാ. ഓ വിളവെടുത്തതാ അല്ലേ? അയ്യോ, കൃഷിയുടെ ഒക്കെ വിളവെടുത്ത് ഞാനായിരുന്നു. പെയിന്റ് കൊള്ളാതിരിക്കാൻ വേണ്ടി തലയൊരു കെട്ട് കെട്ടി അതോടെ എല്ലാവരും ജമീന്ദാർ തന്നെ വിളിച്ചു. അപ്പൊ ഞാൻ 2 വിളവെടുത്ത് 2 കല്യാണം കഴിച്ചേ. പക്ഷെ ഒറ്റ പൈസ ഞാൻ ഇസ്കിട്ടില്ല. കണക്കും പണം കൃത്യമായിട്ട് ഈ മാഡത്തിനെ ഏൽപ്പിക്കും. അപ്പൊ ഈ മാഡത്തിനെ അറിയാം. ഇതാരാ മോളെന്നറിയോ? ആരാ മോള്? ജോൺ സാമുവലിന്റെ മോള്. ജോൺ സാമുവലിന്റെ മോൾ ലിസയും ഈ വീടും തമ്മിൽ എന്താ ബന്ധം? അതാർക്കറിയില്ല. പക്ഷെ മഹേഷ് ഭായിയുടെ ഭാര്യയാണെന്നുള്ള വിവരം എനിക്ക് പോലും അറിയില്ല. ബായ്, ഈ പണം കൈമാറുമ്പോഴും സുശീൽ കൊല്ലപ്പെടുമ്പോഴും താങ്കളെ എങ്ങും കണ്ടില്ലല്ലോ? ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലേ? ഇല്ല, യുഎസിലായിരുന്നു എന്നാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലോ ബായ്. ഇത് നിങ്ങളുടെ പാസ്പോർട്ടാണ്. ഈ സായിപ്പന്മാർക്കൊരു കുഴപ്പമുണ്ട്. അമേരിക്കയിലേക്ക് ചെല്ലുമ്പോഴും തിരിച്ചു പോരുമ്പോഴും ഇതിനകത്തൊരു സീൽ വെക്കും, ഇമിഗ്രേഷൻ സീൽ. അങ്ങനെ ഒരു സീൽ ഇതിൽ കാണാനില്ലല്ലോ ബായ്. ഇന്നലത്തെ തിരച്ചിലിൽ കിട്ടിയതാണ് സാർ. ഇല്ല, അതില്ല. ഇത് സീലില്ലല്ലോ മഹേഷേ. അമേരിക്കയിലാണെന്ന് വരുത്തി തീർത്തിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു? പറയണ്ട, വേണ്ട. പക്ഷെ അറിയാവുന്ന ചിലർ ഇവിടെ ഉണ്ട്. അവർ പറയും. തോമസേ, കാലിൽ എത്ര വിരലാണ്? 4 അതോ 4? 4 ഉള്ളൂ. അതെ. സുശീൽ കൊല്ലപ്പെട്ട സ്ഥലത്ത് നിന്നും തോമസിന്റെ ഫുട് പ്രിന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ അവിടെ വന്നു? അതിന്റെ എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. പറ തോമസേ, അതോ പോലീസിനെ കൊണ്ട് പറയിക്കണോ? പണം പ്രവീണിന് കൈമാറിയ ശേഷവും നിങ്ങൾ അയാളെ പിന്തുടരുകയായിരുന്നു. അതെന്തിനു വേണ്ടിയായിരുന്നു? അത് പണം ആർക്കാണ് കൈമാറുന്നതെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. സുശീലും എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. എന്നിട്ട് പണം മഹേഷ് ഭായിക്ക് കൈമാറുന്നത് കണ്ട ഉടനെ മഹേഷ് ഭായ് അമേരിക്കയിലേക്ക് പോയിട്ടില്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അല്ലേ? എന്തിനാണ് സത്യം വിഴുങ്ങുന്നത്? സ്നേഹം കൊണ്ടോ അതോ മഹേഷ് ഭായിയോടുള്ള കടപ്പാട് കൊണ്ടോ? തുറന്നു പറയൂ. ഇതോടെ പ്രശ്നങ്ങൾ തീരുകയാണ്. നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ തുറന്നു പറ. എന്നോട് ക്ഷമിക്കണം, എനിക്കെല്ലാം അറിയായിരുന്നു. അപ്പോൾ മഹേഷ് ഭായ് അമേരിക്കയിലേക്ക് പോയിരുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ദീനുവിന് അറിയാമായിരുന്നു. അതുപോലെ തന്നെ പണം കൈമാറുന്നത് തോമസ് ജേക്കബ് കണ്ടിട്ടുണ്ടല്ലേ? അതെ. എന്തിനു വേണ്ടിയിട്ടാണ് 2 പേരും ഇപ്പോൾ ഇങ്ങനൊരു കള്ളം പറയുന്നത്? മഹേഷിന്റെ തലയിൽ കുറ്റം കെട്ടിവെച്ച് തൽക്കാലം രക്ഷപ്പെടാമെന്ന് വിചാരിച്ചല്ലേ? അനാവശ്യം പറയരുത്. എന്ത് ഭ്രാന്താണ് നീ പറയുന്നത്? പേടിച്ച് ഞാൻ ഷേപ്പ് മാറ്റിയുണ്ടല്ലോ. മഹേഷ് ഭായ് അമേരിക്കയിൽ പോയിരുന്നു, അത് സത്യമാണ്. ചണ്ടി ഇവിടെ ഉണ്ട്. ദാ ആ പാസ്പോർട്ടിൽ അവർ സീലും വെച്ചിട്ടുണ്ട്. ആ പേജ് ഞാൻ കീറി മാറ്റിയതായിരുന്നു. കൊടുക്ക്. അമേരിക്കയിൽ ഉണ്ടായിരുന്ന മഹേഷിനെ ഇവൻ ഇവിടെ കണ്ടു. എങ്ങനെ? പാർവതിയെ അപകടപ്പെടുത്തി ആ കുറ്റം മഹേഷിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഇവിടുത്തെ MD ആകാനായിരുന്നു ഇവന്റെ ശ്രമം. അതിനുവേണ്ടി എല്ലാ കുറ്റങ്ങളും മഹേഷ് ചെയ്യിച്ചതാണെന്ന് ഇവൻ വരുത്തി തീർത്തു. ഈ സ്ത്രീയെ മഹേഷിന്റെ ഭാര്യയാണെന്ന് വരെ ഇവൻ പറഞ്ഞു വരുത്തി. ഈ കുടുംബത്തെ മുഴുവൻ ചതിച്ചവനാണ് നിന്റെ ഈ രഹസ്യ ഭർത്താവ്. ഇവനെ രക്ഷിക്കാൻ വേണ്ടി നീ എത്ര കള്ളം പറഞ്ഞാലും സാധിക്കില്ല. കാരണം
സത്യം ഈശ്വരനാണ്. അതിനെ മറവ് ചെയ്യാൻ ആർക്കും സാധിക്കില്ലോ. ദാ ഇവനാണ് ഈ വീട്ടിലെ ഓരോരുത്തരെയായി വകവരുത്താനിരുന്ന കൊലപാതകി. പറയടാ. പ്രവീൺ എന്റെ കയ്യിൽ അകപ്പെടുമെന്നായപ്പോ നീ അവനെ കൊന്നു. കർത്താവേ, സാർ ഇനി 2 സ്മോള് കഴിച്ചിട്ട് നമുക്ക് പിരിയാം. വലിയൊരു അപകടത്തിൽ നിന്നാണ് ശിവരാമൻ എന്നെയും ഈ കുടുംബത്തെയും രക്ഷിച്ചത്. അതിനെങ്ങനെയാ നന്ദി പറയേണ്ടത് അറിയില്ലല്ലേ? അറിയാത്ത കാര്യങ്ങൾ പറയരുത്. ഈ മൊട്ടത്തല കുറച്ച് സമയം വേർത്തു അല്ലേ? സാബ്, എന്റെ മകളുടെ ഭർത്താവായിട്ടാണ് ഞാൻ ശിവരാമനെ പരിചയപ്പെട്ടതും ഇഷ്ടപ്പെട്ടതും. ഇനി അങ്ങനെയല്ലെന്ന് പറയരുത്. സാബ് അത് മാത്രം എന്നോട് പറയരുത്. അങ്ങനെ ഒരു ജീവിതം എനിക്കുണ്ടാവില്ല. എന്നെ കാത്തൊരാൾ വീട്ടിലിരിപ്പുണ്ട്. ഞാനും അയാളും തമ്മിൽ വേർപിരിയാനാവാത്ത ബന്ധമാണുള്ളത്. ഇനിയുള്ള ജീവിതവും അയാളോടൊപ്പം തന്നെയാണ്. പാർവതി, എനിക്ക് പാർവതിയോടൊരു നന്ദി പറയാനുണ്ട്. എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിന്റെ ബാക്കി പത്രം പോലെ കുറെ നല്ല നിമിഷങ്ങൾ പാർവതി എനിക്ക് തന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഹലോ, വാ, ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ ഷാപ്പ് ഒന്ന് നോക്കി നടത്താം. അയ്യോ, സാർ ഷാപ്പൊന്നും നടത്തേണ്ട ആളല്ല. സാർ ഒരു ജഡ്ജി ആവണമെന്നാ ഞങ്ങളുടെ തീരുമാനം. സാർ, ആ കൊച്ച് ചാണ്ടി, സാർ ചാണ്ടി വന്ന് വണ്ടി എടുക്ക. ശിവ, തെറ്റിദ്ധരിക്കരുത്. ഇനി ആ സൈഡ് കാർ വണ്ടി ഓടിക്കാൻ ഞാനില്ല. ദേ, എനിക്ക് വേറൊരു സൈഡ് കാർ വണ്ടി കിട്ടി. ആയിക്കോട്ടെ. ആരൊക്കെ ഉപേക്ഷിച്ചാലും എന്നെ വിട്ടുപോകാത്ത ഒരാളുണ്ട്. ചാണ്ടി, இந்த சைட் காரை நல்லா பாத்துருங்க. மீனாட்சியம்மா, வாழ்த்துக்கள். അയ്യോ.